ലാം കാതൽ തക്കോർ ഇറങ്ങി 48-ാം ദിവസമാണിന്ന്. ഇന്ന് കൂടി ഓടുമ്പോൾ സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ എത്തുകയാണ്. അതെ, 20 കോടി കടന്നിരിക്കുന്നു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 17 കോടിക്ക് മുകളിൽ എത്തിയിരുന്നു. ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 20 കോടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും. ഈ സിനിമ 20 കോടി കടക്കുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്തിന് ആദ്യ ദിനങ്ങളിൽ ഈ സിനിമ 1 കോടി പോയിട്ട് ഒരു ദിവസം ഓടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ഇന്ന് OTTയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏറെയും ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമയെ ഇപ്പോൾ ട്രാക്ഡ് കളക്ഷൻസ് ഇന്ന് വന്നിരിക്കുന്ന അനുസരിച്ച് വെറും 2 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 17%, അതിനകത്തിൽ ഒക്യുപ്പൻസി പറയുന്നത് ഏകദേശം 7,000 രൂപ, അതായത് ഏകദേശം ഒരു 10,000-15,000 രൂപയാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ. പക്ഷേ ഇത് നമുക്കറിയാം ഏത് കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണെന്നുള്ളത്. 15,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വമ്പൻ സിനിമ എന്ന് പറഞ്ഞ് ഓടുന്ന സിനിമയുടെ ഒക്യുപ്പൻസിയും അതിൻ്റെ കളക്ഷനും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഗംഭീരമാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. എന്തായാലും കാതൽ തക്കോർ അതിഗംഭീരമായിട്ട് തന്നെ ഉള്ള ഒരു സക്സസ് ആയി മാറി. അതായത് ഈ വർഷം 2023 എന്ന വർഷം ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് തന്നെ പറയാം. പല സിനിമകൾ ഇതിലും വലിയ സിനിമ കളക്ഷനും 100 കോടിയുടെ അടുത്തും 50 കോടിയൊക്കെ കടന്ന സിനിമകളുണ്ട്. പക്ഷേ ആളുകൾ സമ്മതിക്കുന്നു ഇതായിരുന്നു ഏറ്റവും വലിയ ഹിറ്റ്. പ്രത്യേകിച്ച് വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകൾ സ്വീകരിച്ച സിനിമയായി മാറി. മമ്മൂട്ടിയുടെ പ്രകടനം മാത്രമല്ല ഈ സിനിമയെ മുന്നോട്ട് നയിച്ചത്. ഈ സിനിമയുടെ ബ്രില്യൻസ് ഇതിലെ കഥ തന്നെയാണ്. അതേപോലെ ഡയറക്ടറിൻ്റെ ധൈര്യവും ഇത് ചൂസ് ചെയ്ത മമ്മൂട്ടി എന്ന നടൻ്റെ ധൈര്യവുമൊക്കെയാണ് എന്നും വാഴ്ത്തപ്പെടുന്നത്. ഏറ്റവും മികച്ച നടന്മാരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അത് ഈ ഒരു സിനിമയിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ക്രിറ്റിക്സും അതേപോലെ തന്നെ അന്യ ദേശങ്ങളിലുള്ള സംവിധായകരും നടന്മാരുമൊക്കെ പറയുന്നത്. അതായത് ഏറ്റവും സീനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്? പലപ്പോഴും നമ്മൾ നല്ല സിനിമകൾ കാണുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത്രത്തോളം എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അത് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഹിന്ദിയിലടക്കമുള്ള താരങ്ങൾ പറയുന്നത്. അവരൊക്കെ അത്ഭുതം കൂറുകയാണ് ഇത്രത്തോളം ഗംഭീരമായിട്ട് എങ്ങനെ അഭിനയിക്കാൻ കഴിയുമെന്നുള്ളത്. വേറെ ഇന്ത്യയിൽ ഇത്രത്തോളം നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഒരു നടനുമില്ല എന്ന് അവർ തന്നെ വിലയിരുത്തുന്നു. സാധാരണ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണെങ്കിലും ക്രിറ്റിക്സുകളും അതേപോലെ തന്നെ മറ്റുള്ള അഭിനേതാക്കളും അത് പറയുമ്പോൾ അതിനൊരു മാറ്റ് വേറെ തന്നെയാണ്. എന്താണെങ്കിലും കാതൽ തക്കോർ OTTയിൽ വന്നതോടുകൂടി തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടമായി. ഇന്ന് മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്യുന്ന ഒരു സിനിമയായി മാറുകയാണ് കാതൽ തക്കോർ. ഇവിടെ ഈ ഒരു സിനിമ 20 കോടിയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നതെങ്കിൽ ഏകദേശം 50 കോടിക്ക് മുകളിലുള്ള ബിസിനസ് ഈ സിനിമ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരുന്നു. അതായത് OTTയിൽ റെക്കോർഡ് തന്നെയാണ് സിനിമ. പ്രത്യേകിച്ച് GCC പോലെയുള്ള പല രാജ്യങ്ങളിലും ഈ സിനിമ റിലീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ഡിമാൻഡായിരിക്കുകയായിരുന്നു OTTക്ക്. അതുകൊണ്ട് തന്നെ OTT ബിസിനസ് മാറി മറിയുന്നത് കണ്ടു. ആദ്യ ദിനങ്ങളിൽ തിയേറ്ററിനും വേണ്ട OTTക്കും വേണ്ട എന്ന് പറഞ്ഞ സിനിമ OTTക്കാർ ഇപ്പോൾ കടിപിടി കൂടുന്നു. ആ ഒരു കടിപിടിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വമ്പൻ തുകയ്ക്കാണ്. ഒരു സിനിമയുടെ മൊത്തം കളക്ഷനേക്കാൾ കൂടുതൽ OTTക്ക് പോകുന്നത്, അതും ഒരു ഹിറ്റായി ഇത്രയും 50 ദിവസങ്ങൾ ഓടിയ ഒരു സിനിമ 50-ാം ദിവസത്തിലേക്ക് എത്തുന്ന സിനിമ നമുക്ക് കാണാൻ കഴിയുന്നത് വിരളം എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ അറിവിൽ ഇത്രത്തോളം കളക്ട് ചെയ്തിട്ട് ഇത്രത്തോളം OTT തുകയ്ക്ക് പോയേക്കുന്ന ഒരു സിനിമയുമില്ല. ചില പരാജയ സിനിമകൾക്കൊക്കെ അതിൻ്റെ ടോട്ടൽ കളക്ഷനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ വലിയ സക്സസ് ആയി മാറുന്നു. 50-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് കാതൽ തക്കോർ. തിയേറ്ററിൽ കാണാനുള്ളവർ, അങ്ങനെ മനസ്സുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇപ്പോൾ സിനിമ ഓടുന്നത്. എന്താണേലും മികച്ച രീതിയിൽ തന്നെ സിനിമ പോകുന്നു. 21 കോടിയിലേക്ക് സിനിമ കയറുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു പക്ഷേ 99% ഇല്ല എന്നാണ്. പക്ഷേ 1% നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. ഒരു പക്ഷേ 75 ദിവസത്തിലേക്കൊക്കെ സിനിമ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ 100 ദിവസത്തേക്ക് സിനിമ പോവുകയാണെങ്കിൽ തീർച്ചയായും 21 കോടിയിലേക്ക് സിനിമ എത്തും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.